ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. പിന്നെ നമ്മൾ ആര് ഭയപ്പെടണം? നമ്മൾ എന്തിനു ദുഃഖിക്കണം? എന്ത് കഷ്ടത വന്നാലും, എന്ത് ദുഃഖം വന്നാലും, എന്ത് ഭാരം വന്നാലും ഉടൻ നമ്മുടെ ഉള്ളിൽ ചിന്ത വരണം, ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ കോട്ടയാണ്, ദൈവം നമ്മുടെ ഭവനത്തിലുണ്ട്, ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സങ്കേതത്തിൽ വസിക്കുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ കോട്ടയിൽ വസിക്കുകയാണ്. ദൈവം എന്റെ തുണയാണ്. പിന്നെ എനിക്കിനി എന്തോന്ന് കഷ്ടത, എന്തോന്ന് ദുരിതം, എന്തോന്ന് രോഗം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനം 46:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും. രണ്ടാം വാക്യം വായിക്കുന്നത്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന, നമ്മൾ ഇപ്പോൾ വസിക്കുന്ന ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുന്നുകൾ ഇളകി കുലുങ്ങി സമുദ്രമധ്യേ ചെന്ന് വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, സമുദ്രത്തിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവവിശ്വാസികൾ ഭയപ്പെടേണ്ട. നമ്മുടെ കുടുംബത്തിൽ എന്തു തന്നെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചാലും, എന്തു തന്നെ മാരകമായ രോഗങ്ങൾ കടന്നു വന്നാലും, എന്തു തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഒരു കാരണവശാലും കുലുങ്ങരുത്.